ഹക്ക് ബാത്തിൽ തിരിച്ചറിയാറിയാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, നിങ്ങൾ ഇറാൻ യുദ്ധത്തിന് പിന്തുണ കൊടുക്കണ്ട. നിങ്ങൾ അള്ളാഹിനോട് നട്ടപ്പാതിരക്ക് തഹജ്ജുദ് സ്കെച്ച് എന്ത് ദുആ ചെയ്താൽ പഠിച്ചോനെ എല്ലാ സാധുക്കളെയും രക്ഷപ്പെടുത്തണം. എന്തേ അങ്ങനെ പറയണ്ടേ? പാവപ്പെട്ട മനുഷ്യർ എന്നും നിരപരാധികളായിരിക്കും, അവരെല്ലാം അനുഭവിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിത്ന ഇറക്കി പുറപ്പെടുവിക്കരുത്. അൽ ഫിത്നതു നാഇമ ഫമൻ അയ്ഖളഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മുസ്തഫ നബി പറഞ്ഞു, ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്, ആര് ഉണർത്തിയാലും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കും. ഫിത്ന ഉറങ്ങിക്കിടക്കാണ്, ഒരു ഫിത്ന ഉണർത്തിയാലും അവരുടെ മേൽ അള്ളാഹിൻ്റെ ശാപം ഉണ്ടായിരിക്കും. ഫിത്ന ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഈയും എൻ്റെ ഭാര്യയും കൂടി സന്തോഷത്തിൽ ജീവിക്കുക, ഒരാൾക്ക് ഫിത്ന ഉണ്ടാക്കാമല്ലോ. ആ ഫിത്നയോട് കൂടെ ആ കുടുംബം തെറ്റി. പിന്നെ കുറച്ചാൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുത്തോലും പഴയ സന്തോഷമില്ല. എന്തേ അങ്ങനെ ആക്കാൻ കഴിയില്ലേ? ഒറ്റ വാക്ക് കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നശിപ്പിക്കാം. അൽ ഫിത്നതു നാഇമ, ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്, എവിടെയുണ്ട്, എവിടെ പള്ളിൻ്റെ ഉള്ളിലുണ്ട് ഫിത്ന ഉറങ്ങിക്കിടക്കണം, ബെഡ്റൂമിൽ ഫിത്ന ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ തോറ്റു കൊടുക്കണം. പഴയ കാലത്ത് പൈസ അല്ലേ നോക്കുക, തന്തി നിറവാടോ. മകളെ കെട്ടിക്കണോന്ന് ചോദിച്ചിട്ട് ദല്ലായി വന്നാൽ ചായ കൊടുത്തിട്ട് പറയും, ഇജിന്നോടോട്ട് പറഞ്ഞിട്ടില്ല, ഞാനോട് കേട്ടിട്ടില്ല, പൊയ്ക്കോ. മനസ്സിലായില്ല? ഇപ്പോൾ ഗൾഫിലൊക്കെ കച്ചവടം ഉണ്ടോ നോക്കുക. പഴയ കാലത്ത് അതല്ല നോക്കുക. എന്താ നോക്കുക? തന്തി നിറവാടുണ്ടോ? എന്താ തറവാടിത്തം? പഠിപ്പരയല്ല, പിന്നെന്താണത്? ഒരു വാക്കിന് വില. പറഞ്ഞ മാതിരിയായിരിക്കും, ഏറ്റ മാതിരിയായിരിക്കും. അങ്ങനത്തെ മനുഷ്യന്മാർ എല്ലാ സമുദായത്തിലും ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പത് കുറഞ്ഞു, മാപ്പിളാരിൽ വളരെ കുറഞ്ഞു. ഒരു ഹിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു മനുഷ്യൻ, ഞാനിതൊക്കെ പറയുന്നത്, ഞാൻ ഈ പറയുന്നതിന് കാരണം മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇതിലൊന്നൊരു വിലയില്ലാത്ത പോലെ നമ്മൾ ഒരു ഹിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഭൂമി ഒരാൾ വാങ്ങി, എന്നോട് അയാൾ നേരിട്ട് ഈ അടുത്ത ദിവസം പറഞ്ഞാണ്. ആ ഭൂമി വാങ്ങിയതിന് ശേഷം ഒരു ചെറിയ അഡ്വാൻസ് പൈസയും കൊടുത്തു, കരാർ എഴുതിയതിന് ശേഷം വേറൊരു കൂട്ടർ വന്നിട്ട് ആ ഹിന്ദു കുടുംബത്തിൽ വന്നിട്ട് അതിന് വലിയൊരു വില പറഞ്ഞു. അപ്പോൾ അവരെന്തു പറഞ്ഞു? അത് നിർവാഹമില്ല, നമ്മൾ ഇന്ന ആൾക്കത്. ഒരു മുസ്ലിമായ മനുഷ്യനെ അവർ കരാർ എഴുതിയതിന് ശേഷം പിന്നെ വേറെ ആൾ വന്നിട്ട് വലിയൊരു വില പറഞ്ഞു. അപ്പോൾ അവരെന്തു പറഞ്ഞു? നിങ്ങൾ അവനോട് ചോദിക്കി, ഇപ്പോൾ നമ്മളെ കയ്യിലല്ല. ഇവർക്ക് എന്ത് പറയാലോ? അടുത്ത 11-ാം തീയതി 1 കോടി ഉറുപ്പ്യ തരാൻ ഏറ്റിട്ടുണ്ട്. നിങ്ങൾ 12-ാം തീയതി വരി, അതൊന്നും തരാൻ ഇപ്പോൾ കഴിയൂല. നിങ്ങൾ 12-ാം തീയതി വരി നിങ്ങൾ പറഞ്ഞൂടെ? പറയുമല്ലേ? പറയാലോ. 1.5 ലക്ഷം ഉറുപ്പ്യക്ക് വാങ്ങിയ ഭൂമിക്ക് പിന്നെ 2.25-3 ലക്ഷം ഉറുപ്പ്യയും വില പറഞ്ഞാൽ ഇരട്ടിയല്ലേ കിട്ടാൻ പോണ്? ഇവരെന്തു പറഞ്ഞു? ഇന്ന ആൾക്ക് വിറ്റിട്ടുണ്ട്, നിങ്ങൾ അയാളെടുത്ത് പോയിക്കോളൂ. ഒരു ഹിന്ദുവായ സഹോദരൻ പറഞ്ഞു, ഒരു ഹിന്ദുവായ തറവാട്ടുകാരൻ. എന്താണത്? തറവാടിത്തം. അത് തറവാടിത്താണ്. അത് മുസ്ലിങ്ങളിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ, 100%. ഹിന്ദുക്കളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്നൊക്കെ ലുക്കാണ്. എന്താ ലാഭം? എന്താണോ ലാഭം അതേ നോക്കുള്ളൂ. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഈ ഇവിടെ വെച്ച് ഒരു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പുതിയണ്ണിൻ്റെ വാപ്പാക്ക് ഗൾഫിലുള്ള കച്ചവടം പൊട്ടി. അതിന് ശേഷം അവർ നിർബന്ധിച്ച് തൊലാക്ക് ചെല്ലി. ആ പെണ്ണ് കാല് പിടിച്ചു, കാക്ക എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ എന്നെ ഒഴിവാക്കരുത്. ഒഴിവാക്കി. എന്തുകൊണ്ട്? ഓൻ ലുക്കാണ്. തന്തി നിറവാടിലൂടെ പണിയെടുക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നീജന്റെ മകൻ നീജൻ, അവരായിരിക്കും വിജയിക്കുന്നവർ. അവരെ ഒപ്പിട്ടിയാൽ മാത്രമേ ആലിമിന് ഒരു വരുമാനം കിട്ടുള്ളൂ. ആലിമിന്റെ മകളെ കെട്ടിക്കാനായി. അപ്പൊ ഇന്നാലിന്ന ഓഫീസിൽ നിന്ന് ഒരു പൈസ കിട്ടണം. ആ പൈസ കിട്ടണമെങ്കിൽ ആ ഓഫീസിൽ ഇവിടെ ലുക്കായി ആയ നമുക്കുണ്ട്, ഒപ്പിട്ട് കൊടുക്കണം. ആർക്കും ഒപ്പിട്ട് കൊടുക്കണം? ആലിമില്ല, എല്ലാം നമുക്ക് ഒപ്പിട്ട് കൊടുക്കണം. അയാൾക്ക് കൊടുക്കാം, ഇയാൾ നമ്മളാൾ തന്നെയാണ്. ആരാ ഇവിടെ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? പറയട, നിങ്ങൾക്ക് എന്തിനാണ് പേടി? എനിക്കില്ലാത്ത പേടി നിങ്ങൾക്ക് ഉണ്ടാവും.
ആരുടെ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? താന്തിയും തറവാടില്ലാത്ത ലുക്കായിബിൻ ലുക്കായ്. ഈ താന്തിയും തറവാടില്ലാത്ത ലുക്കായിബിൻ ലുക്കായ് ഒപ്പിട്ട് കൊടുക്കണം ഓന്റെ ഉസ്താദിന്. ഓനെ 1 മുതൽ 5 വരെ പഠിപ്പിച്ച സദർ മുഅല്ലിമിന് ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ ആരൊപ്പിടണം? ഈ ഹമുക്കിന്റെ ഹമുക്കായ ലുക്കായിബിൻ ലുക്കായ്. എന്താ ഓന്റെ മഹത്വം? ഓൻ ഇന്നാലിന്റെ സംഘടനന്റെ കൊടി പിടിച്ചെടുക്കണവനാണ്. ഓന് തന്തി നിറവാടില്ല. ഓന്റെ ബാപ്പിയും നീച്ചനും ഓനും നീച്ചൻ. ലുക്കായിബിന് ലുക്കായ് താന്തി നിറവാടില്ലാത്തൊരു. അപ്പൊ അവർക്ക് നമ്മൾ വൈപ്പിട്ട് പോയിട്ടില്ലേ നമുക്ക്? അപ്പൊ ഈ ഇവന്റെ പെരി പോയി നിൽക്കണം രാവിലെ. ആ കുട്ടിയെ ഒപ്പിട്ടാളെ ഈ ലുക്കായിബിൻ ലുക്കായ് ഒപ്പിട്ടാലേ ഈ മുഅല്ലിമിന്, ഈ സാധുവായ പാവപ്പെട്ട ദുനിയാവിനെ പറ്റി അറിയാത്ത ഈ പാവപ്പെട്ട മനുഷ്യന് കല്യാണം കഴിക്കുമ്പോൾ ഒരു 10,000 25,000 അപ്പുറത്തെ ഒരു ഓഫീസിൽ നിന്ന് കിട്ടണമെങ്കിൽ ഈ ആരൊപ്പിടണം? ഭാര്യയുടെ എവിടെയുടെ നിങ്ങളൊക്കെ കുത്തിരിക്കുന്നത്? ആരൊപ്പിടണം? ഈ താന്തിയും തറവാടില്ലാത്ത ലുക്കായിബിൻ ലുക്കായ് ഒപ്പിടണം. ഹത്താ യകൂന അസ്അദൻ നാസി ബിദ്ദുനിയ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. തന്നെ വളരെ നിങ്ങൾ ഒന്നിനു കൂടണ്ട, ഹൈറില്ല. ഒന്നിനു കൂടണ്ട. ഇത് വളരെ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇത് പ്രത്യേക കാലാണ്. യമൂതു ഫിഹാ ഖൽബുർ റജുൽ. ആ കാലത്ത് മനുഷ്യന്റെ കൽബ് യമൂതു, അതായത് മരിച്ചു. കമാ യമൂതു ബദനുഹു, അവന്റെ ശരീരം പിന്നീട് മരിക്കും പോലെ അതിന്റെ കൽബ് മരിക്കും. കൽബ് റസാനം ഉണ്ടാവില്ല. നമുക്ക് പറ്റാത്തത് ആ രൂപത്തിലാണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ നമ്മളുടെ ഒരു പരിപാടിയെ പറ്റി പള്ളിക്കര മൂല്യർ പറഞ്ഞിട്ടായില്ല നിൽക്കുക. എന്നാൽ പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ലുക്കായിബിൻ ലുക്കായ് യോഗം കൂടിയിട്ട് എന്താണ് മൂപ്പര് നമ്മളാണല്ലോ. അയാൾക്കൊരു 3-4 കുട്ടികളുണ്ട്, അയാളൊരു പാവമാണ്, ഷഹബാൻ വരെ നിൽക്കട്ടെ എന്ന് ആലോചിക്കൂല. പിന്നെ പിത്തനയോട് പിത്തനയാണ്. ഇതാണല്ലേ ഈമ്. ഒരു മൂല്യർ ഓൻ്റെ പിത്തന കൊണ്ട് നാട്ടിൽ നിന്ന് പോണതിന് ഓനൊരു വിഷമമില്ല. കാരണം ഓൻ അങ്ങനെ കുരുത്തതിന് ആവശ്യമില്ല. ഓൻ്റെ തന്തക്ക് കുരുത്തല്ലല്ലോ, പിന്നെ ഓന് കുരുത്തം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ട്. ഇത് ചിന്തിക്ക്. ആരതൊക്കെ ഈ ലുക്കായിബിൻ ലുക്കായികളെ കയ്യിലാണ് അധികാരം. ഓരെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ ലോകത്ത് ദീനി പ്രബോധനം നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് അയ്യഹു മാത്രക്ക് എമ്മല കയറെന്നറിയില്ല. ഹക്ക് ബാത്തിൽ തിരിച്ചറിയാതെയാവും. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, നിങ്ങൾ ഇറാൻ യുദ്ധത്തിന് പിന്തുണ കൊടുക്കണ്ട. നിങ്ങൾ അള്ളാഹിനോട് നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നിസ്കരിച്ച് എന്ത് ദുആ ചെയ്താൽ പടച്ചോനെ എല്ലാ സാധുക്കളെയും രക്ഷപ്പെടുത്തണം. എന്തേ അങ്ങനെ പറയണ്ടേ? പാവപ്പെട്ട മനുഷ്യർ എന്നും നിരപരാധികളായിരിക്കും. അവരെല്ലാം അനുഭവിക്കുക. 1947 വിഭജനം ഉണ്ടായപ്പോൾ സാധുക്കളൊക്കെ അതിർത്തി ഗ്രാമങ്ങളിൽ ജീവച്ഛവങ്ങളായി മാറി. ചിലർ അങ്ങോട്ടും കൊണ്ട് പോയി, യാത്രക്കടയിൽ മരിച്ചുപോയി, ചില തണുപ്പ് അനുഭവിച്ച് മരിച്ചു. ഒരു നേതാവും അങ്ങനെ യാത്ര ചെയ്തില്ല. അവരൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്തത്. ജിന്നടക്കം. ജിന്നൊക്കെ കുഴപ്പമില്ല, ജില്ല വലിയ പൈസക്കാരനാണ്. മനസ്സിലായില്ല? ഇന്ത്യയും പാകിസ്ഥാനും വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടത് ജിന്നയുടെ മക്കളെ അല്ല. ഞാൻ ജിന്നനെ മോശമാക്കി പറയല്ല. വലിയൊരുക്കൊന്നും പറ്റൂല. ജിന്നയുടെ ഒരു കുടുംബക്കാരും കൊല ചെയ്യപ്പെട്ടില്ല. അവർക്ക് നടന്നു പോകേണ്ടി വന്നില്ല. അവരെങ്ങനെ പോയത്? അവർ ഫ്ലൈറ്റിന് പോയി. നേതാക്കന്മാരും മക്കളും ഫ്ലൈറ്റിന് പോകും. ഇവിടെ റേപ്പ് ചെയ്യപ്പെടലും ഇവിടെ അതിർത്തിയിൽ ജീവൻ പോലും ആരായിരിക്കും? സാധുക്കളെന്നും അങ്ങനെയാണ്, ചേരുംപടി ചേർക്കപ്പെട്ടവരാണ്. ഇതങ്ങനെ ലോകം അങ്ങനെയാണ്. സാധുവാണ് അനുഭവിക്കുക. ആ അനുഭവിക്കുന്നതായിരിക്കാം ചിലപ്പോൾ സാധുവിന് അള്ളാഹു കൊടുക്കുന്ന നിഅമത്തും. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ശിക്ഷിക്കപ്പെടും. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടണം എന്നുള്ള ചർച്ചയിൽ ഈ സാധുക്കൾ കൂടിയിട്ടേ ഇല്ല. ആരോ നടത്തിയ ചർച്ച. എന്നിട്ട് കാര്യം നടന്നപ്പോൾ ഇവരെന്തായി? ഇവർ പാവങ്ങളായി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിത്ന ഇറക്കി പുറപ്പെടുവിക്കരുത്. അൽ ഫിത്നത്തു നായിമ ഫമൻ അയ്ഖളഹ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മുസ്തഫ നബി പറഞ്ഞു, ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്.
ആരുണർത്തിയാലും അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. ഫിത്ന ഉറങ്ങിക്കിടക്കാണ്. ഒരു ഫിത്ന ഉണർത്തിയാലും അവരുടെ മേൽ അള്ളാഹിന്റെ ശാപം ഉണ്ടായിരിക്കും. ഫിത്ന ഉണ്ടാക്കാൻ കഴിയുമല്ലോ. അപ്പം ഈയും എൻ്റെ ഭാര്യയും കൂടി സന്തോഷത്തിൽ ജീവിക്കുക. ഒരാൾക്ക് ഫിത്ന ഉണ്ടാക്കാമല്ലോ. ആ ഫിത്നയോട് കൂടെ ആ കുടുംബം തെറ്റി. പിന്നെ കുറച്ചാലും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായാലും പഴയ സന്തോഷമില്ല. എന്തേ അങ്ങനെ ആക്കാൻ കഴിയില്ലേ? ഒരൊറ്റ വാക്ക് കൊണ്ടൊരു കുടുംബത്തിൻ്റെ സന്തോഷം നശിപ്പിക്കാം. അൽഫിത്തനത്തു നായിമ. ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എവിടെയുണ്ട്. എവിടെ? പള്ളിൻ്റെ ഉള്ളിലുണ്ട് ഫിത്ന ഉറങ്ങിക്കിടക്കണം. ബെഡ്റൂമിൽ ഫിത്ന ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ തോറ്റു കൊടുക്കണം. ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്നാണ് എൻ്റെ ഓർമ്മ. മൂന്നാമത്തെ ഒരാൾ ഈ രണ്ട് ആണിൻ്റെയും പെണ്ണിൻ്റെ ഇടയിൽ തെറ്റിക്കുക. രണ്ടാളും വിഷം കുടിച്ച് മരിച്ചു. എന്താണ് ഒഥല്ലോ എന്നാണ് എൻ്റെ ഓർമ്മ. മൂന്നാമത്തെ ഒരാൾ ഫിത്ന ഉണ്ടാക്കുക. അപ്പൊ അൽ ഫിത്നത്തു നായിമ. ഫിത്ന പള്ളിയിൽ ഉറങ്ങുന്നുണ്ട്, ബെഡ്റൂമിൽ ഉറങ്ങുന്നുണ്ട്, റോട്ടിൽ ഉറങ്ങുന്നുണ്ട്, അങ്ങാടിയിൽ ഉറങ്ങുന്നുണ്ട്. അൽ ഫിത്നത്തു നായിമ. ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുകയാണ്. ഫമൻ ഐഖലഹ. ആര് ഫിത്ന ഉണർത്തിയാലും ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ഒരു പക്ഷത്ത് നിങ്ങൾ ഇറാനെ പിന്തുണക്കൊന്നും ചെയ്യേണ്ട. അതേ സമയത്ത് അവിടെയുള്ള സാധുക്കൾക്ക് നിങ്ങൾക്ക് ദുആ ചെയ്യാം. എന്തതിൻ്റെ കാരണം അറിയൂല, നമുക്കൊന്നും അറിയൂല, ഒന്നും അറിയില്ല. കണ്ണിൻ്റെ മുന്നിലെത്തിയാൽ പോലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓരോ കാലഫിഹിം അംബിയാവും. ആ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു കാലം വന്ന് ദുഹാന്റെ കാലം വന്നു കഴിഞ്ഞാൽ ഓരോ കാലഫിഹിം അംബിയ, അവരെ കൂട്ടത്തിൽ അംബിയാവ് ഉണ്ടെങ്കിൽ പോലും ദുഹാന്റെ കാലത്തിൽ ലഫ്തതനു, അവരെന്തിലാവപ്പെട്ടു? ഫിത്നയിൽ. അമ്പിയാക്കൾക്ക് പോലും ഫിത്നയാകപ്പെട്ടു. എന്താന്ന് പറയാനുള്ളത്? അതായത് വഹി വന്നിട്ട് ഫിത്നയാകപ്പെടുന്നല്ല, വഹി വരാത്തൊരു നേരം അവർക്ക് ഉണ്ടാവുമല്ലോ. മനസ്സിലായില്ല? നബിമാർക്ക് വഹി വരാത്ത നേരം ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ് എന്നുള്ളത് തിരിയില്ല. ഇപ്പൊ നാളെ രാവിലെ പുറപ്പെടണം, ഇജ്ജ് പോരുണ്ടോ ഇല്ലേ? ജിബിരിയിൽ വരട്ടെ. ജിബിരിയിൽ വരപ്പെട്ട നേരമില്ല. എന്ത് വർത്താനം. അപ്പം നമ്മളെ നാട്ടിൽ മയലിലെ 400 വീട്ടുകാരിൽ 399 വീട്ടുകാരുണ്ട്. രുചി മാത്രം എങ്ങനെ ഇല്ലാതിരിക്കണം? ഇവർ പോലെ എന്തിലേക്കാണ്? ഖൈറും ചാച്ച പോണ എവിടേക്കായിരിക്കും? ഷെറിലേക്ക്. നാളെ ഞാൻ പിന്നെ നാളെ വൈകുന്നേരത്തിനുള്ളിൽ പറയാം. അത് നടക്കൂല. അല്ലേ, ജിബിരിയിൽ വന്നിട്ടല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ഇവിടെ തിന്നു, അങ്ങനെ ഞങ്ങൾ പുറത്താക്കും. നബി ഫിത്നയാകപ്പെടും. നബിക്കത് പറയാൻ കഴിയണില്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ല. ജിബിരിയിൽ വന്നാലല്ലേ ജിബിരിലിന് ചോദിക്കാൻ പറ്റുള്ളൂ. എന്ത് ജിബിരിയിലെ എൻ്റെ മയലിൽ ഇങ്ങനത്തെ ഒരു വണ്ടി പോകുന്നുണ്ട് നാളെ, ഞാൻ ആ സമ്മേളനത്തിന് പോണ്ടേ ജിബിരിയിലെന്ന് പറയണമെങ്കിൽ ജിബിരിയിൽ വരണല്ലോ. പക്ഷെ ജിബിരിയിൽ വരാൻ നേരം കിട്ടിയില്ല. നാളെ അല്ല എൻ്റെ ഈ ജിബിരിയിൽ എപ്പോഴാണ് വരിക? മിക്കവാറും നാളെ മഗ്‌രിബിന് വരാതിരിക്കൂല. അതിനിവിടെ നേരെ ഇവിടെ കുഞ്ഞുമേമലേ. എല്ലാവരും ഇപ്പം വിചാരിച്ചു വിട്ടിരിക്കണ ഇജി നബിയായ ഇജും കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചല്ലേ ഇരിക്കണ് എന്ന് വിചാരിച്ച് പറയും. ഇവർക്കാകട്ടെ ഒരു തീരുമാനം പറയണമെങ്കിൽ ആര് വരേണ്ടിയും വരും. ജിബിരി വരേണ്ടി വരും. ജിബിരിയിൽ വരുന്ന കാത്തുനിന്ന് മയലെന്ന് പുറത്താക്കും. അപ്പം ഞങ്ങളൊക്കെ ജിബിരിയിൽ വന്നിട്ട് അപ്പം നിങ്ങൾ പേര് കൊടുത്ത് മനസ്സിലായില്ല. അവിടെ ഒന്ന് തോറ്റു അല്ലേ? ജിബിരിയിൽ വരണല്ലോ ഇപ്പം ഈ കാര്യത്തിൽ. നമ്മളൊക്കെ പേര് കൊടുത്തല്ലോ, എനിക്ക് മാത്രം ഒരു ജിബിരിയിൽ. അപ്പോൾ എന്താവും? ഈ ഷെറിലേക്ക് നബി പേര് കൊടുക്കേണ്ടി വരും. ഈ ഫിത്നയിൽ അകപ്പെട്ടു. ആര്? നബി ഉണ്ടെങ്കിൽ ഇപ്പൊ പുതിയ നബി ഉണ്ടാവും. കാസിം കുഞ്ഞുമേമദ് നബിയാണ്. കാസിം വാദിച്ചു എന്ന് പറയണ്ട. പറഞ്ഞു ഒരു നബിയുള്ള കാലമാണെങ്കിൽ ലഫ്തത്ത് ആ ഫിത്നയിൽ ആരും ആപ്പെട്ടു, അമ്പിയാക്കൾ വരെ ആപ്പെട്ടു. കാരണം അതാണ് ഖിയാമത്ത് നാളിന്റെ മുമ്പുള്ള ദുഹാൻ. എന്താണ് ഖൈർ, എന്താണ് ഷെർ എന്ന് മനസ്സിലാക്കാൻ അന്ന് നബി ഉണ്ടെങ്കിൽ പോലും അറിയില്ല. അപ്പൊ നല്ല എന്താ? രണ്ടുക്കുമില്ല. ഞാൻ പോണില്ല, ബോധരിക്കണില്ല, ഞങ്ങളെ വിമർശിക്കണില്ല, ഞാൻ ഇപ്പം ഇല്ല. എനിക്ക് വയറ്റിൽ സുഖമല്ല, ഗ്യാസിൻ്റെ അസുഖമുണ്ട്.
അപ്പോൾ പിന്നെ ഒരു എന്നെ ഒഴിവാക്കും. കാരണം ഗ്യാസിൻ്റെ അസുഖമുള്ളവനെ AC വണ്ടി കയറ്റിയാൽ ആ വണ്ടി ആകെ നാറും. അൽഹംദുലില്ലാ, നേരത്തെ പറഞ്ഞതിന് അൽഹംദുലില്ലാ, നന്നായി. ഗ്യാസിൻ്റെ അസുഖം എല്ലാവർക്കും ഉണ്ടേനും. ഒന്ന് ഗ്യാസ് കിട്ടാത്ത അസുഖം, മര്യാദക്ക് ഗ്യാസ് കിട്ടണില്ലല്ലോ, അതൊരു അസുഖമല്ലേ. തല കൊടുത്ത് ചിന്തിക്കണം, ഒന്നിനും കഴിയില്ല. അപ്പം നമ്മൾക്ക് പഴയ കാലത്ത് മൊല്ലാക്കന്മാർ പഠിപ്പിച്ച ദീനില്ലേ, സാലി പറ ആണോ ഇല്ലേ, അടിച്ചു പഠിപ്പിച്ചു ഉസ്താദ്മാർ. അവരെ പേടിയാണ്, ഇന്നും പേടിയാണ്. ഇന്ന് അവസ്ഥാനിൽ പേടിയായിട്ട് പേടിയാണ്. എന്തുകൊണ്ടാണ്? സാലിഹ്യങ്ങളുമാണ്. അവരെ അത്ര കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അടിച്ചു സ്നേഹിച്ചു, അതേസമയത്ത് അടിക്കേണ്ടത് അടിച്ചു, ഒറ്റ മടിയില്ലാതെ അവർ നമ്മളെ കൈകാര്യം ചെയ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജീവിച്ചാളാ. ആക്കത് അറിയാലോ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. ചില ആൾക്ക് പിന്തുണ കൊടുക്കും, പിന്തുണയും വിളിക്കും വേണ്ട, ഒന്നിനും വേണ്ട. എന്നെക്കണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തോ. വോട്ട് 9-ാം തീയതിയാണ് കേട്ടോ, ആയിക്കോട്ടെ. എപ്പോഴാണ് തുടങ്ങുക? 7 മണി. ഞാൻ 6:30 തന്നെ ബൂത്തിലെത്തി. ബൂത്തിലെ നേതാക്കന്മാർ വരുന്ന മുമ്പ് ഞാൻ ബൂത്തിൻ്റെ മുന്നിലുണ്ട്. 7 മണിക്കാണ് തുടങ്ങുക, ആയിക്കോട്ടെ. മൂത്തയാളത്ത് എൻ്റെ ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്തത് ഞാനാണ്. അപ്പം എന്തായി വോട്ട് ചെയ്തു. അപ്പോൾ ഓരന്നാമത്തെ മൻ പറയും, മുമ്പേ ഇതൊക്കെ ആണെങ്കിലും വോട്ട് നമുക്ക് തന്നെ ചെയ്യുള്ളൂ, കുഴപ്പമില്ല. അങ്ങനെ എന്താണെങ്കിലും നാട്ടുകാരോടൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളത് മൂപ്പരായിട്ട് മാറിക്കൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇത്തവണ മൂപ്പര് നമുക്ക് തന്നെ വോട്ട് ചെയ്യണം, ആയിക്കോട്ടെ. ജനക്കാണെങ്കിൽ പണിയെടുക്കുക, പിന്നെ ഉണ്ടാക്കുക, ബാക്കി ഒന്നും നോക്കണ്ട. നിനക്ക് അറിയൂല. അഖാഫ അലൈക്കും ഫിത്നൻ, നിങ്ങളെ ഞാൻ ദുഹാൻ പോലത്തെ ഫിത്നയാണ്. അതായത് തിരിച്ചറിവുണ്ടാവില്ല. അത് ഇന്ന് ഇത്രയാണെങ്കിൽ ഇതൊന്നല്ല, ഒരുപാട് വിഷയം ഇതിൽ പറയാനുണ്ട്. ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇതൊന്നല്ല, ഒരുപാട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ അനവധി. ഒന്നും ഉണ്ടാവില്ല, ദുനിയാവിൻ്റെ പിന്നാലെ ആയിരിക്കും. حدثنا الضمرة عن إبراهيم ابن أبي عبلة قال بلغني أن الساعة تقوم على أقوام أحلامهم أحلام العصافير. ഇപ്പം പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർക്ക് സ്വപ്നം കാണും. ലോകാവസാനം വരുമ്പോൾ സമൂഹത്തിൻ്റെ വലിയൊരു വരെ സ്വപ്നം കാണുന്നത് അവസാനിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ, നല്ല ഉഷാറിലൊന്നുമില്ല. ചില ഇർഷാദുകൾ സ്വപ്നം വഴി വരും. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഇനി വഹ്യ് വരില്ല എന്നേ ഉള്ളൂ, എന്ത് വരും? സ്വപ്നം വരും, ഇർഷാദാത്തുകൾ വരും. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇർഷാദാത്തുകൾ വരും. ആരുടെ സന്ദേശം? അള്ളാഹിൻ്റെ സന്ദേശം സ്വപ്നമായി ലഭിക്കും. ഒരു ജനത കുടുങ്ങി നിൽക്കുന്നിടത്ത് സ്വപ്നം വരും. മുന്നിൽ നിൽക്കുന്ന ആളുകൾ സ്വപ്നം കാണുന്ന എത്ര സംഭവങ്ങളുണ്ടായി, എത്ര സംഭവങ്ങൾ ലോകചരിത്രത്തെ സ്വപ്നം മാറ്റിമറിച്ചിട്ടുണ്ട്. അത് വളരെ അറിയപ്പെട്ടതാണ്. പക്ഷെ അതല്ലാത്ത സ്വപ്നം ഉണ്ടായിട്ടുണ്ട് മോനെ. നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി സ്വപ്നം കണ്ടിട്ടാണ് മദീനയിലേക്ക് വാഞ്ഞു വന്നത്. മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരത്തെ എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി ചില യൂറോപ്യന്മാർ കളിച്ച കളി. ഇത് നൂറുദ്ദീൻ സങ്കി സ്വപ്നം കാണാണ്. 2-3 ദിവസം സ്വപ്നം കണ്ടു. ഓടി വന്നു, തുരക്കാണ് അടിയിൽ. അതിൽ പിന്നെ വന്ന് പരിശോധിച്ചു. അദ്ദേഹം പണം കൊണ്ടുവന്നു, സമ്മാനങ്ങൾ കൊണ്ടുവന്നു. മദീനയിൽ വന്നിട്ട് എല്ലാ ആളുകളെയും വിളിച്ചു. സ്വപ്നത്തിലെ ആളുകളെയും കണ്ടു, 2 ആളെ കണ്ടു. മനസ്സിലാവേണ്ടി പറഞ്ഞു, 2 ആളെ ശരിക്ക് കണ്ടു, പലതവണ കണ്ടു. അപ്പോൾ മദീനയിലേക്ക് ഓടി വന്നു നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലാവേണ്ട പറഞ്ഞത്, വലിയ മഹാനായിരുന്നു അവർ. നൂറുദ്ദീൻ സങ്കി വലിയ മഹാനായിരുന്നു. അപ്പോൾ അവർ മദീനയിൽ വന്നു. മദീനയിലെ ആളുകളെ മുഴുവനും എല്ലാവരോടും വരാൻ പറഞ്ഞു. എല്ലാവർക്കും ഞാൻ സമ്മാനം കൊണ്ടിട്ടുണ്ട്, രാജാവിൻ്റെ സമ്മാനം എല്ലാവർക്കും കൊടുക്കാൻ പോകുന്ന എല്ലാവരും വിളിച്ചു സമ്മാനം കൊടുത്തിട്ടും സ്വപ്നത്തിൽ കണ്ട ആളുകളെ കണ്ടില്ല. അപ്പോൾ ചോദിച്ചു ആളുകളോട്, ഇനി മദീനയിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല.
ആരും ഉണ്ടാവുമല്ലോ? ഇല്ല. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, 2 ആളുണ്ട്, അവർ മൊറോക്കക്കാരാണ്, അവർ ആരെ കയ്യിൽ നിന്നൊന്നും വാങ്ങൂല, അവരത്രയും സത്യസന്ധരാണ്, അവർ നേരത്തെ വന്ന് നിസ്കരിച്ചു പോകും പള്ളിയിൽ നിന്ന്, അവർ കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക, അവരൊരു സദക്കയും സ്വീകരിക്കില്ല, അങ്ങനത്തെ ആളുകൾ. അപ്പോൾ നൂർസിൻ സംഗീത പറഞ്ഞു, അത്ര വലിയ മഹാന്മാരാണെങ്കിൽ അവർ സമ്മാനം സ്വീകരിക്കണ്ട, ആ സാലിഹ്യങ്ങളായ ആളുകളെ കാണാൻ എനിക്കില്ല ആഗ്രഹം, അവരെ കൊണ്ടുവരും. അങ്ങനെ അവരെ ഹാജരാക്കി. കൃത്യം ഒറ്റപ്പെടുത്താൻ വിളിച്ചു. എന്താണ് എനിക്ക് പണി ചോദിച്ചു. അപ്പം എന്താ പണി? തുറക്കുക, റസൂലുള്ളാഹിനെ മയ്യത്ത് ആ ജസദ് ഷരീഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിൽ പണി അങ്ങോട്ട് എടുത്തു. അവിടെ എടുത്തിട്ട് ഒരാൾക്ക്, അതായത് ഇരുമ്പ് പിന്നെ ഇതൊക്കെ ഉരുക്കി അങ്ങോട്ട് ഒഴിച്ചിട്ട സംഭവം, കേട്ടങ്ങുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു. ഒരാൾക്ക് അനങ്ങാൻ പറ്റുമത്ത കോലത്തിലുണ്ടാക്കി റൗളത്ത് ഷരീഫ് ഇന്നും നിലനിൽക്കുന്നുണ്ടത്. ഇതിപ്പോൾ എന്തിൽ നിന്നാണ് കിട്ടുന്നത്? സ്വപ്നം. ലോകാവസാനം വരുമ്പോൾ സ്വപ്നം ഉണ്ടാവില്ല. അക്കാലത്തെ ജനങ്ങൾ അക്കാലത്ത് ചില ജനങ്ങളുടെ മേലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അഹ്ലാമുഹും, അവരുടെ സ്വപ്നങ്ങൾ, അഹ്ലാമുൽ അസ്വാഫിരി, കിളികളുടെ സ്വപ്നമായിരിക്കും. കിളികൾ, അതായത് കിളികൾ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണാമല്ലോ. അന്തല്ലാത്ത സ്വപ്നങ്ങൾ മിന്നി മറിയുന്നത് പോലെ ഇങ്ങനെ നേരം വെളുക്കുന്നവരെ എന്തൊക്കെ കണ്ട് ഓർമ്മയില്ല. കിളി അങ്ങനെ കാണും. കിളി ഇപ്പോൾ ഉദാഹരണം, കിളികൾ എന്താ പറഞ്ഞാൽ പിന്നെ പാടം കാണും, പാടത്തിൽ കതിര് കൊണ്ട് പോരുന്ന് കാണും, കൊമ്പത്തിരുന്ന് തിന്നുന്ന കാണും, അങ്ങോട്ട് കാണും, ഇങ്ങോട്ട് കാണും, വെള്ളം പുഴ കാണും, ഇങ്ങനെയൊക്കെ പലതും ആരും കാണാം. കിളികളും കാണാം. അങ്ങനത്തെ സ്വപ്നം കാണും, നമ്മളെ ആളുകളൊക്കെ കാണും. അല്ല, കാര്യമായ ഒന്നും കാണൂല. ഖിയാമത്ത് നാൾ വരുമ്പോൾ സ്വപ്നം ആരുടെ സ്വപ്നമായിരിക്കും? അഹ്ലാമുൽ അസ്വാഫീരി, ആരുടെ സ്വപ്നങ്ങളായിരിക്കും? കിളികളെ സ്വപ്നം. ചെറിയ ചെറിയ കിളികൾ കാണുന്ന സ്വപ്നങ്ങൾ പോലെ സ്വപ്നങ്ങൾ കാണുക. നേരം വെളുക്കണോ, ചിലർ പറയില്ലേ നല്ല നേരം വെളുക്കുന്നവരെ സ്വപ്നം. എന്ത് ഒന്നും ഓർമ്മല്ല. മറ്റത് അല്ലാഹു തആല ഒരു മകളെ കല്യാണ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കണ്ടേ? അപ്പം തന്നെ സ്വപ്നം കിട്ടും. വേണ്ട, തലേന്ന് സ്വപ്നം കാണും. ഒരാൾ മകളെ കല്യാണം കേൾക്കാൻ വരുന്നുണ്ട്, അത് പിടിച്ചു കൊടുത്താളോ നല്ല ആളാണ്, ഇങ്ങോട്ട് കാണും. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വന്നു, എൻ്റെ ഭാര്യ മരിച്ചുപോയി പറഞ്ഞു. അപ്പോൾ മാലിക് റളിയല്ലാഹു കാത്തിരിക്കുകയാണ്. ആയിക്കോട്ടെ, നീ പെണ്ണ് വേണ്ട ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. എന്നാൽ പുറത്തിറങ്ങിയിട്ട് 2 ആളെ വിളിക്കാറോ. 2 ആളെ വിളിച്ചു. 2 ആളെ വിളിച്ചു വരുത്തി, മുന്നിലെത്തി. നടാടെ കെട്ടിക്കര രാജാവ് മന്ത്രിയുടെ മകന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയെ. ആരുടെ മകളെ? മാലിക് റളിയല്ലാഹുവിൻ്റെ മകളെ. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. മാലിക് അക്കാലത്ത് മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണിത്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് മാലിക് ഇമാമിൻ്റെ ദർസിലേക്ക് പോകുകയാണ് ഭർത്താവ്. അപ്പോൾ എവിടുക്കങ്ങൾ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ഉപ്പാൻ്റെ ദർസിക്കാന്ന് ചോദിച്ചു. അത് ഇവിടെ ഉണ്ട് പറഞ്ഞു. ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ പഠിക്കാത്തൊരു ഉപ്പാൻ്റെ അടുത്ത് ഇനി വേറെ അല്ല, ഇങ്ങോട്ട് ഒരു അത് ഞാൻ ബെഡ്റൂം എന്ന് പറഞ്ഞുതരാം, ഉപ്പാൻ്റെ ക്ലാസ്സിൽ ഇനി പോകണ്ട പറഞ്ഞു. മനസ്സിലായില്ല? മാലിക് ഇമാമിൻ്റെ ദർസിലേക്ക് പോകുകയാണ് ഈ ശിഷ്യൻ. എവിടേക്കങ്ങൾ പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളൊപ്പാൻ്റെ ദർസിന് പോവുകയാണ്. അത് വേണ്ട, അത് എൻ്റെ കയ്യിലുണ്ട്, എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്കറിയാത്ത രാജ്യത്ത് മുഖത്തയിലില്ല. ആ സംഭവങ്ങൾ ചിന്തിക്കി. ഇത് കെട്ടിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? അത് അതിൻ്റെ ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടാവും. അപ്പം ഞാൻ കാത്തു തീർക്കാണ് എന്ത് ഓനോട് വരണം. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. അതൊക്കെ ബിഷാറാത്താണ്, സന്ദേശങ്ങൾ. ആരുടെ? പറയാ അള്ളാഹുവിന്റെ സന്ദേശം. ഈ ലോകാവസാനം അടുക്കുമ്പോൾ ആർക്കും ഉണ്ടാവില്ല. വലിയോര് എന്ന് പറഞ്ഞവർക്ക് തലയെക്കട്ടെ വലിയതാവുള്ളൂ, സ്വപ്നം ഉണ്ടാവില്ല.
ഈ അടുത്ത കാലത്ത് നമ്മളെ നാട്ടിൽ നടന്നിരുന്ന സ്വപ്നങ്ങളൊക്കെ 10 ആലിമീങ്ങൾ കണ്ടിരുന്നെങ്കിൽ പ്രശ്നം തീരൂലേ? ചില തർക്കങ്ങൾ, ആ തർക്കങ്ങൾ അവിടെ തീർക്കാലോ. ഒരു 10 ആലിമീങ്ങൾ സ്വപ്നം കാണാൻ എന്ത് നബിയുടെ മുടിയാണത്, അതിൻ്റെ മുടി തന്നെയാണ് കേട്ടോ, ഞാൻ വർത്താനം പറയണ്ട എന്ന് 10 ആലിമീങ്ങൾ സ്വപ്നം കണ്ട വർത്താനം തീർന്നില്ലേ? ഇനി മറുപക്ഷത്തിൽ 10 ആലിമീങ്ങൾ സ്വപ്നം കാണാൻ അത് എൻ്റെ മുടി അല്ല കേട്ടോ, നമ്മൾ തർക്കിക്കാൻ പോണ്ട, വിഷയം തീർന്നോ അല്ലേ? അതിനുവേണ്ടി 20 കൊല്ലല്ലേ അവൻ നശിപ്പിച്ച്. ഇപ്പോഴും തൊള്ള കടഞ്ഞപ്പോൾ നിർത്തിയതാണ്, ഇനിയും തുടങ്ങൂല എന്നൊന്നുമില്ല. അല്ലേ ഇതിപ്പോൾ 10 ആലിമീങ്ങൾ സ്വപ്നം കണ്ട തീരുന്ന വിഷയമാണോ? അല്ലേ? ലോകത്ത് എത്ര സംഭവങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ട ആളുകൾ എന്ത് പറഞ്ഞു? ഇന്ന് രാത്രി റസൂലുള്ളാഹി എൻ്റെ സ്വപ്നത്തിൽ വീണു. ഞാൻ ചോദിക്കും, നബിയെ അങ്ങനെ തീർത്ത എത്ര പ്രശ്നങ്ങളുണ്ട്? ഒരു ഹദീസ് ദഈഫാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൽ ആലിം എന്ത് പറഞ്ഞു? ഞാൻ റസൂലുള്ളാഹി വരുമ്പോൾ ചോദിക്കാം. റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നു, നബി നമ്മളെ നാട്ടിൽ ഇങ്ങനെ തർക്കമുണ്ട്, ഈ ഹദീസ് ശരിയാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞാണെന്നും പറഞ്ഞല്ല എന്ന് വർത്താനുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് എന്ന് ഞാൻ പറഞ്ഞു തന്നെയാണ്. സനത് എങ്ങനെ വന്നാലും പറഞ്ഞ ഞാൻ തന്നെയാണ്. വിഷയം അവിടെ തീർന്നു. അപ്പോൾ ആ മുസല്ലമായ സമൂഹത്തിനിടയിൽ അംഗീകരിക്കപ്പെടുന്ന ആലിമ് പിറ്റേന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ എന്ത് പറഞ്ഞു? ഇന്നലെ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണെന്ന് തന്നെയാണ് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു വർത്താനമല്ല. റസൂലുള്ളാഹിനെ പിന്നെ ഒരാൾ കളവ് പറയില്ലല്ലോ. മനസ്സിലായില്ലേ? ഇതൊരു മുസല്ലമായ ആ നാട്ടിൽ അറിയപ്പെട്ട വലിയൊരു മഹാനായ ആലിമുമാണ്. അപ്പോൾ പിന്നെ പൊതുജനത്തിലായാലും പിന്നെ എന്തുമില്ല, സംശയമില്ല. റസൂലുള്ളാഹിനെ പിന്നെ ഒരാൾ കളവ് പറയല്ലോ. എൻ്റെ മേൽ കരുതിക്കുട്ടി ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചുകൊള്ളട്ടെ മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് സ്വപ്നമൊക്കെ നേരം പോക്കോളം കാണുന്നുണ്ട്. ഇതിങ്ങനെ കാണും, മന്തി തിന്നണായിട്ടും. മനസ്സിലായില്ല? അങ്ങനെ 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 മുതലാളിമാരെ കാറ് പോണതായിട്ട് ഇതൊക്കെ ഞാനും ഇന്നെ പോലത്തെ സ്വപ്നം കാണും. തീരുമാനമല്ല. അഹ്ലാമുൽ അസാഫീരി, കിളികളെ സ്വപ്നം പോലത്തെ സ്വപ്നം കാണും. ഇതില്ലാതെ ലോകം അവസാനിക്കൂല. അപ്പം ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഉമ്മത്ത് മുസ്ലിമത്തിന് ഇർഷാദ് ചെയ്തൊരു സാധനമാണ് എന്ത്? സ്വപ്നങ്ങൾ. ലോകം അവസാനിക്കാനായാൽ എന്തുണ്ടാവില്ല? ഇർഷാദ് ചെയ്യുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. അതിലും ഇർഷാദ് ഉണ്ടാവും. ഇർഷാദ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇർഷാദ് എൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇത് അരിച്ച് പെറുക്കി നോക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് നീതി എന്നല്ലാത്തൊരു വാക്ക് പറയില്ല. ഞാൻ നബിയെ കണ്ടു നെഞ്ചി പറഞ്ഞതുകൊണ്ടാവൂല. ആ കാര്യം നീ കൃത്യാക്കണം. വ്യക്തിപരമായി നിനക്ക് ഇർഷാദാത്ത് കിട്ടാം. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് കിട്ടാം, അത് പുറത്തവനോട് പറയൂല, പറയാനോട് പാടില്ല. ഒരു വ്യക്തിക്ക് ഇർഷാദ് കിട്ടിയേക്കാം, സ്വാലിഹ്യങ്ങളുണ്ടാവും. പക്ഷെ സമൂഹം ഒരു കൺഫ്യൂഷനിലാകപ്പെടും. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവും ഇല്ലാതാവുക. ജനങ്ങൾ അങ്ങനെ പോകും ഒരു വഴികേടിൽ. അപ്പോൾ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അന്ന സാഅത തഖൂമു അലാ അഖ്വാമിൻ അഹ്ലാമുഹും അഹ്ലാമുൽ അസാഫീരി. حدثنا ضمرة عن إبراهيم بن أبي عبلة بلغني أن الساعة تقوم على أقوام أحلامهم أحلام العصافير. കിളികളുടെ സ്വപ്നമായിരിക്കും ആ കാലഘട്ടത്തിലെ സ്വപ്നം. കാര്യമായൊരു വിഷയം കാണേയില്ല. അപ്പോൾ എല്ലാ നിലയിലും നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ ഈ പരാജയം മുതലാക്കണം. എങ്ങനെ മുതലാക്കൽ? അവർ അസിൽ ഷജറമ്മൽ പിടിച്ചിക്കുക, അസിൽ ദീന് അതിന് പിടിച്ചിരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോവുകയേ വേണ്ട. ഒരു അസിൽ ഷജറത്തുമ്മ പിടിച്ചിരിക്കുക. അസിൽ ദീൻ നിങ്ങൾക്ക് ശരിയാത്ത് എന്താണെന്ന് അറിയില്ലേ? പറയും. ശരിയാത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതനുസരിച്ച് ജീവിക്കുക. നിനക്ക് അത്രയും ഉറപ്പുള്ള ഒരാളിൽ നിന്നാണെങ്കിൽ ഒരു ആമ്പൽ നീ വാങ്ങിക്കോ. പക്ഷെ അതിന് ഉറപ്പ് വേണം. 25 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ തമ്മടിയെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ബാക്കി റബ്ബിനോട് നട്ടപ്പാതിരക്ക് പറഞ്ഞോ, റബ്ബേ ഞാനൊരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണ്, ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിവില്ല, ഇതിനെ നേരെ വഴിക്കാക്കണം. അപ്പോൾ റബ്ബാക്കി തരും. ഇനി ഒന്നും ആക്കിയില്ലെങ്കിൽ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. കാരണം നിന്റെ ഉത്തരവാദി അവിടെ ആരാണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
കണ്ടയിൽ പോയി പെടാൻ നിൽക്കണ്ട. കണ്ടയിൽ പോയി പെട്ട കുടുങ്ങി.